കെ.എസ്.ആർ.ടി.സി. ശബരിമല പമ്പ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വെൽഫെയർ അസോസിയേഷൻ ഞങ്ങളുടെ അംഗങ്ങളോടും പൊതുജനങ്ങളോടും പറയാനുള്ളത്, കെ.എസ്.ആർ.ടി.സി. വെൽഫെയർ അസോസിയേഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മീഡിയകൾ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്കെതിരെ ഒരു 3-4 കുറ്റപത്രം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്തോ ചെയ്യുന്നു പറയുന്നു എന്നൊക്കെ. പക്ഷേ ഞാൻ കെ.എസ്.ആർ.ടി.സി. ജീവനക്കാരനാണ്. ഞാൻ കാസർഗോഡ് ജോലി ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ജോലിയുടെ ഇടയ്ക്കും ജോലിയിൽ ഇല്ലാത്ത സന്ദർഭങ്ങളിലുമാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അതെന്താണ് ചെയ്യേണ്ട കാര്യം? എൻ്റെ വെൽഫെയർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ ഇടയിലും കെ.എസ്.ആർ.ടി.സി. ജീവനക്കാരുടെ ഇടയിലും പറയേണ്ട കാര്യങ്ങൾ പറയുകയാണ്. അത് മറ്റ് മീഡിയകൾ എടുത്ത് യൂട്യൂബിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു. ഇതൊക്കെ സംബന്ധിച്ചാണ് കെ.എസ്.ആർ.ടി.സി. കുറ്റപത്രം നടക്കുന്നത്. കുറ്റപത്രത്തിലൊന്നും പേടിയില്ല കേട്ടോ. കുറ്റപത്രമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ഏതായാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകണം. ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ശബരിമല പമ്പ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ അയക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക ഞാൻ പങ്കുവച്ചിരുന്നു. അത് ഞാൻ കെ.എസ്.ആർ.ടി.സി. വെൽഫെയർ അസോസിയേഷൻ്റെ ഗൂഗിൾ മീറ്റിലാണെങ്കിലും ഔദ്യോഗിക മീഡിയകളിലാണെങ്കിലും ഒക്കെ പങ്കുവച്ചിരുന്നു. ആ പങ്കുവെക്കലുകൾ ശരി വയ്ക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം നിലയ്ക്കൽ പമ്പ റൂട്ടിൽ കെ.എസ്.ആർ.ടി.സിയുടെ ഒരു വാഹനം നിന്ന് കത്തുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടത്. കെ.എസ്.ആർ.ടി.സി. വാഹനങ്ങൾ എന്തുകൊണ്ടാണ് കത്തുന്നത്? ഇവിടെ ഇത്രയും സ്വകാര്യ ബസ്സുകൾ ഓടുന്നു. എത്ര സ്വകാര്യ ബസ്സുകൾ കത്തിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര കെ.എസ്.ആർ.ടി.സി. ബസ് കത്തി? കെ.എസ്.ആർ.ടി.സി. ശബരിമല പമ്പ കാനനപാതയിൽ നിന്ന് കത്തുന്ന ബസ് കാണുന്ന അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് വളരെ കൃത്യമായ രീതിയിൽ മറ്റൊരു വണ്ടി ആലപ്പുഴ നിന്ന് കത്തുകയാണ്. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ മന്ത്രിയുടെ തള്ളുകൾ കൊണ്ട് ഇപ്പം എന്നും രാവിലെ പുട്ട് കഴിച്ചാൽ തള്ളുകൂടും എന്ന് ഒരു അപരനാമതയുണ്ട്. ഏതായാലും തള്ളിനൊരു കുറവുമില്ല. കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ച് തള്ളിനൊരു കുറവുമില്ല. ഈ തള്ളിനൊരു കുറവില്ലാത്ത പോലെ കുറ്റപത്രത്തിനൊരു പേടിയും എനിക്കില്ല എന്ന് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഡെപ്യൂട്ടേഷൻ സാർ ഷാജിയോട് പറയുകയാണ്. കാരണം സാർ ഷാജി ഡെപ്യൂട്ടേഷനാണ് എനിക്കെതിരെ കുറ്റപത്രം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ആരാണ്ടൊക്കെ കൊണ്ടുകൊണ്ട് പരാതിയൊക്കെ എഴുതുന്നുണ്ട്. അതൊക്കെ എൻ്റെ വഴിക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് നടന്നോ? കെ.എസ്.ആർ.ടി.സി. ശബരിമല പമ്പ ഡ്യൂട്ടിയിൽ വിട്ടിരിക്കുന്ന വണ്ടികൾ കാലഹരണപ്പെട്ട വണ്ടികളാണ്. കാനനപാതയിലൂടെ ഓടുവാൻ തക്ക യോഗ്യതയില്ലാത്ത വാഹനങ്ങളെ വെച്ചുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ ജീവന് കെ.എസ്.ആർ.ടി.സി. വില പറയുന്നു. ആ വില ശബരിമലയിലേക്ക് കടന്നു വരുന്ന അയ്യപ്പനെ കാണുവാൻ വേണ്ടി നോമ്പെടുത്ത് ഇരുമുടിക്കെട്ട് കെട്ടി കടന്നു വരുന്ന ശബരിമല തീർത്ഥാടകരുടെ ജീവന് ലാഭത്തിൻ്റെ കണക്കെഴുതിക്കൊണ്ട് പുല്ലുവില കൽപ്പിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്ന് വെൽഫെയർ അസോസിയേഷൻ പറയേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. നിങ്ങൾ പറയൂ, ഇവിടെ ഇതിലും വലിയൊരു സ്ഥലമുണ്ടല്ലോ. ഏതാണ്? തിരുപ്പതി ഇല്ലേ? തിരുപ്പതിയിൽ വരുന്ന ഭക്തജനങ്ങളെ എങ്ങനെയാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനം അവർക്കുള്ള യാത്രാ സംവിധാനം ഒരുക്കുന്നു, അവരുടെ ക്യൂ ഒക്കെ ഉണ്ടാക്കുന്നത്? എനിക്ക് രാഷ്ട്രീയം ഞാൻ എടുക്കുന്നില്ല. കെ.ബി. ഗണേഷ് കുമാർ രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് ചിലപ്പോൾ പറയേണ്ടി വരുന്നതാണ്. ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരുടെ ജീവനെ പന്താടുന്ന നിലപാട് കെ.എസ്.ആർ.ടി.സി. സ്വീകരിക്കുന്നു. അതോടൊപ്പം കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർമാരെ ജയിലിലിടുവാനുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ഗണേഷ് കുമാറിൻ്റെ തള്ളുകൾക്ക് പരിഹാരമാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വണ്ടി കാലഹരണപ്പെട്ടതാണ്. കാനനപാതയിൽ ഒരു വണ്ടി നിന്ന് കത്തി. എന്തേ മന്ത്രി പ്രതികരിക്കാത്തത്? വായിക്കോട്ടെയും കീഴ്ശ്വാസവും വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രൈവർക്കെതിരെ മന്ത്രി അങ്ങ് ജെളിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ. എനിക്ക് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ കരുതണ്ട. പക്ഷേ മന്ത്രി ഒരു മറുപടി പറയണം. ശബരിമല പമ്പയിലേക്ക് പോയിട്ടുള്ള വാഹനങ്ങൾ കാലഹരണപ്പെട്ട വാഹനങ്ങളാണ്. ശബരിമല പമ്പ കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു വൻ ദുരന്തത്തെ വരവേൽക്കാനാണ്. പുല്ലുമേട്ടിലുണ്ടായ ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തം ഈ ശബരിമലയിൽ ഉണ്ടാക്കുമെന്ന വാശിയോടെയാണോ കെ.എസ്.ആർ.ടി.സി. ഇവിടുത്തെ ഭക്തന്മാരെ കൈകാര്യം ചെയ്യുന്നത്? ഏത് പുതിയ വാഹനമാണ് കെ.എസ്.ആർ.ടി.സിയിലുള്ളത്? പുതിയ 8 വർഷം പഴക്കമുള്ള ലോ ഫ്ലോർ ബസ് എങ്ങനെയാണ് നിന്ന് കത്തിയത്? കത്താൻ പാകത്തിനൊരു വാഹനത്തെ പറഞ്ഞയച്ചത് എന്തിന്? എന്തേ മന്ത്രി മിണ്ടാത്തത്? ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തേ ഈ വാർത്ത അതീവ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യാത്തത്? കെ.എസ്.ആർ.ടി.സി. എങ്ങനെയെങ്കിലും കഴിഞ്ഞു പൊക്കോട്ടെന്ന് ഓർത്താണോ? പാലക്കാട് നിന്നൊരു ചിറ്റൂരിൽ നിന്നൊരു ഡ്രൈവർ
പോയിട്ട് ഒരു വാഹന അപകടം മലപ്പുറം ജില്ലയിൽ വെച്ച് ഉണ്ടാകുന്നു. ആ ഡ്രൈവർ 18 ദിവസം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടത്തിൽ ജയിലിൽ കഴിഞ്ഞു. മന്ത്രിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. മന്ത്രിക്ക്, ഇവിടുത്തെ യൂണിയൻ നേതാക്കൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാനും പുറത്തു നിന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് പറയേണ്ടി വരുന്നു. ഇവിടെ ഡ്രൈവറെ കൊലയ്ക്ക് കൊടുക്കുന്ന നിലപാട് നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കൊടുത്തുവിട്ടിരിക്കുന്ന വാഹനങ്ങൾ അവിടുത്തെ കാനനപാതയിൽ ഗതാഗത യോഗ്യതയുള്ളതല്ല. ഞാൻ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ശബരിമല പമ്പ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലെറ്റർ അയച്ചിരുന്നു. ആ ലെറ്ററിൻ്റെ കോപ്പി നിങ്ങളെ ഞാൻ കാണിക്കാം. ഞാൻ അയച്ചു. കാരണം എന്താണ്, മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗം പരിശോധിക്കണം, KSRTC ബസ് പരിശോധിക്കണം. പരിശോധിച്ചായിരുന്നോ? പരിശോധിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം നിലയ്ക്കൽ ഈ വണ്ടി കത്തുമായിരുന്നോ? ഇനി പരിശോധിച്ചിട്ടാണ് കത്തിയെങ്കിൽ ഈ പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗതാഗത കമ്മീഷണർ നടപടിയെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തേ നിങ്ങൾ സേഫ് സോൺ എന്ന് പറഞ്ഞ് പത്തനംതിട്ട മുതൽ പമ്പ വരെ സേഫ് സോൺ, ഇപ്പുറത്ത് പമ്പാവാലി മുതൽ എരുമേലി മുതൽ നിലയ്ക്കൽ വരെ സേഫ് സോൺ, അല്ലെ പമ്പ വരെ സേഫ് സോൺ. ഈ സേഫ് സോണിലൊരു വണ്ടി കത്തിയിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചോ? ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പറഞ്ഞ എവിടെ ചെത്തിക്കളയുന്നു? ഇത് ജനാധിപത്യ രാജ്യത്തിലിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി അത് പുല്ലുപോലെ നടക്കട്ടെ, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറയുന്നത്, KSRTC കൊണ്ട് ഒരു അപകടം, വൻ അപകടം, അവിടെ മരിക്കാൻ പോകുന്ന ഡ്രൈവർ ഉൾപ്പെടെയായിരിക്കും. നിന്ന് കത്തിയ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുവാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കാനനപാതയിൽ നിന്ന് കത്തിയ വണ്ടിയിൽ ആളപായം ഉണ്ടാകാതിരുന്നത്. മാധ്യമങ്ങൾ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞു. 120, 130 യാത്രക്കാരെയായിട്ട് ആ വണ്ടി വരുന്നെങ്കിൽ ഇറങ്ങി ഓടാൻ സമയം കിട്ടുമായിരുന്നോ? ശബരിമല പമ്പ കാനനപാതയിൽ, നിലയ്ക്കൽ പമ്പ കാനനപാതയിൽ അന്യായമായിട്ട് ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് പോകരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിറക്കിയതിൻ്റെ പിറ്റേന്ന് അവിടെ വണ്ടി നിന്ന് കത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. എന്തേ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തത്? ഇവിടെ വളരെ കൃത്യമായി കാലഹരണപ്പെട്ട വണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന KSRTC. ഈ അയ്യപ്പ ഭക്തന്മാരെ നിന്ന് കൊണ്ടുകൊണ്ട് അല്ലെന്നേ, കൂടിയ കാശ് കൊടുത്തിട്ടാണ് അവർ കയറുന്നത്. സൂപ്പർ ഫാസ്റ്റ് റേറ്റാണ്, 22 കിലോമീറ്റർ പോകാൻ വേണ്ടി സൂപ്പർ ഫാസ്റ്റ് റേറ്റ് കൊടുത്തിട്ടാണ് അവർ കയറുന്നത്. അവർക്ക് നിന്ന് പോകേണ്ട കാര്യമില്ല, അവർ ഇരുന്ന് പോകാനുള്ള യാത്രാ കൂലി കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ കടം തീരുകയോ ഞങ്ങളുടെ ശമ്പള സമയത്ത് കിട്ടുകയോ ഇതൊന്നും ഇതിൻ്റെ കാര്യം കൊണ്ടല്ല. ഇതല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ വെൽഫെയർ അസോസിയേഷൻ കൃത്യമായി പറഞ്ഞിരുന്നു, ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു വൻ അപകടം കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങളെ കാണിക്കാം, ഇല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത അപകടത്തിലേക്കാണ് KSRTC പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്ന ഭക്തജന സംഘടനകൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടണം. ഈ പറയുന്ന കാലഹരണപ്പെട്ട വണ്ടികൾ കാനനപാതയിലൂടെ ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകുകയും ഈ പറയുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ തകരാറിലാക്കിക്കൊണ്ടുള്ള വണ്ടികൾ, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികൾ. കാരണം എനിക്കിത് പറയേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്താണ്? എനിക്കിത് പറയേണ്ടി വരുന്നത്, ഞാൻ വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിരുന്നു, ഈ ശബരിമല പമ്പ സർവീസുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു, വണ്ടികൾ യോഗ്യമുള്ളതല്ല അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വണ്ടികൾ ആര് പരിശോധിക്കണം? മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കണം. മോട്ടോർ വാഹന വകുപ്പ് അവിടെ ഓട്ടോറിക്ഷയെ പോകുന്നവരെ പിടിച്ച് പെറ്റിയടിക്കാനിരിക്കുന്നതാണോ? മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എനിക്ക് തോന്നുന്നത് കേരളം കണ്ട ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു IPS ഓഫീസറാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഇത് ശ്രദ്ധിക്കണ്ടേ? ഞാൻ അദ്ദേഹത്തിന് മെയിൽ അയച്ചിട്ടുണ്ട്, അയച്ചതിൻ്റെ കോപ്പിയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ പറയുന്ന ശബരിമല പമ്പ ഡ്യൂട്ടിയിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ പാപഭാരവും പാവപ്പെട്ട KSRTC ഡ്രൈവറുടെ തലയിൽ കെട്ടിവയ്ക്കുവാൻ KB ഗണേഷ് കുമാർ ഇല്ലെങ്കിൽ KSRTC വകുപ്പ് ശ്രമിക്കുന്നു എന്ന് വെൽഫെയർ അസോസിയേഷൻ സംശയിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞങ്ങൾ ഇവിടെ ആരെയും താഴ്ത്തിക്കെട്ടുന്നില്ല, ഞങ്ങൾ ഇവിടെ ആരെയും KSRTC തകർക്കുവാൻ ശ്രമിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ജീവനക്കാരിൽ ഒരുത്തൻ ജയിലിൽ കിടന്നിട്ട് ഈ KSRTC ഒരു ചുക്കും ചെയ്തില്ല. ഈ KSRTC 18 ദിവസം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടത്തിൽ പാലക്കാട് ചിറ്റൂർ ഡിപ്പോയിലെ ഒരുത്തൻ ജയിലിൽ കിടന്നിട്ട് ഒരു വാക്ക് പോലും മന്ത്രി അതേക്കുറിച്ച് മിണ്ടിയില്ല. ആ മന്ത്രി ഈ പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അവ്യക്തതയുണ്ട്, ഞങ്ങൾക്ക് അവിശ്വാസമുണ്ട്.
അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് പ്രതികരിക്കുക. KSRTC ശബരിമല പമ്പയിൽ വൻ ദുരന്തത്തെ വരവേൽക്കുന്നതിൻ്റെ സൂചനയാണ് നിന്ന് കത്തുന്ന ഈ വണ്ടിയുടെ ചിത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെങ്കിലും പ്രതികരിക്കണം എന്ന് മാത്രമാണ് വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത്. നന്ദി. Thank you.